21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണിതെന്ന് എൻ്റെ ഫേവറേറ്റ് ഫിലിം മേക്കർ പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാതെ പോയിരുന്ന് കണ്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്സിലൊന്നായി മാറിയ സിനിമയാണ് അമോറസ് പെറോസ്. ഒരുപാട് നാളായി വിഷ് ലിസ്റ്റിൽ കിടന്നിട്ടും അൽഹാൻഡ്രോ ഗോൺസാലസ് ഇനിയാരേത്തു എന്ന ഒറ്റ പേര് കാരണം ഞാൻ കാണാതെ നീട്ടിവെച്ചിരുന്ന ഒരു സിനിമയായിരുന്നു ഇത്. കാരണം മറ്റൊന്നുമല്ല, ബേർഡ്മാനും റെവനൻറ്റും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും, ചുമ്മാ കാഷ്വൽ വാച്ചിന് പറ്റിയവയല്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ. ഇറ്റ് ഈസ് മോർ ഓഫ് എ റിച്വൽ. അവയുടെ ആ ഒരു ഇമോഷണൽ ഹെവിനെസ് ചുമക്കാൻ ഒരു മൂഡുണ്ടെങ്കിൽ മാത്രമേ ഇനിയരേത്തു മൂവീസ് അവയുടെ പൂർണ്ണതയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയൂ. ആൻഡ് ഐ പ്രോമിസ് അതൊരൊന്നൊന്നര എക്സ്പീരിയൻസ് ആയിരിക്കും. അമോറസ് പെറോസ് മീൻസ് ലവ് ഈസ് എ ബിച്ച്. അതുതന്നെയാണ് ഈ സിനിമയുടെ കാതൽ. ഒരു ഹസ്ലിംഗ് ഡോഗ് ഫൈറ്റർ, പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുന്ന ഒരു മോഡൽ, ഒരു ഹിറ്റ്മാൻ. അപ്രതീക്ഷിതമായി ഇവരുടെ സ്റ്റോറീസ് ഇൻ്റർട്വൈൻഡ് ആവുന്നതും ലവിൻ്റെ വയലൻറ്റ് കെയോട്ടിക് ആസ്പെക്ട്സ് അവരുടെ ജീവിതങ്ങളെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതുമാണ് ഈ സിനിമയുടെ കോർ. അതിതീവ്രമായ മനുഷ്യവികാരങ്ങളെ ഒട്ടും ഡൈലൂട്ട് ചെയ്യാതെ വളരെ റോ ആൻഡ് ഓണസ്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു സ്റ്റോറി ടെല്ലറാണ് അലഹാൻഡ്രോ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് തന്നെയാണ് അമോറസ് പെറോസ്. ദെർ ഈസ് ബ്യൂട്ടി ഇൻ കെയോസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതൊന്ന് കണ്ടുനോക്കൂ.